ധർമ്മസ്ഥലയിൽ കൊലയാളികൾക്ക് കുരുക്കുമുറുകുന്നു. അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പരാതി സ്വീകരിക്കുന്നത്. മുൻപ് പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ಯಾವ ರಕ್ಷಣೆನೂ ಕೇಳಿಲ್ಲ. ನಾನು ಒಳ್ಳೆ ಪಾಸಿಟಿವ್ ಒಳ್ಳೆ ಓದನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಕಾನೂನಲ್ಲಿ ಏನೇನು ಇದು ಮಾಡಬೇಕು ಅದನ್ನು ನಾನು ಮಾಡಿಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಇವರು ಅಷ್ಟೇ ಒಳ್ಳೆ ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ. ನೀವೇನು ಕೆಲಸ ಮಾಡ್ತಿದ್ದೀರಾ? ನಾನು ಇದರಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿದ್ದೆ. ನಾನು ಸ್ಟೆನೋ ಆಗಿದ್ದೆ, ಮಾಮೂಲಿ SBC ಕ್ಲರ್ಕಾಗಿ ಸ್ಟೆನೋ ವರ್ಕರ್ ಆಗಿ. ನಾನು ಒಂದು ಸಂಸ್ಥೆಯಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿ ಅಷ್ಟೇ. ನಾನು ಅದಕ್ಕಿಂತ ಮೇಲೆ ಏನೂ ಹೇಳೋದಿಲ್ಲ ಇವಾಗ. ಸರ್, ಕಂಪ್ಲೇಂಟಲ್ಲಿ ಇವ್ರ ಮಗಳು 2003 ಇದರಲ್ಲಿ ನಮ್ಮ ಕಸ್ತೂರ್ಬಾ ಹಾಸ್ಪಿಟ್ಲ್ ಮಣಿಪಾಲಲ್ಲಿ ಅಲ್ಲಿ ಮೆಡಿಕಲ್ ಮಾಡ್ತಾಯಿದ್ರು. ಅವರು ಇಲ್ಲಿ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರು. ಅದಾದಮೇಲೆ ಇವರು ಮೊನ್ನೆ ಇವೆಲ್ಲ ಡೆವಲಪ್ಮೆಂಟ್ಸ್ ಆಯ್ತಲ್ಲ, ಅದನ್ನು ನೋಡಿಬಿಟ್ಟು ಇವ್ರ ಮಗಳು ಇಲ್ಲಿ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರಿಂದ ಅಕಸ್ಮಾತ್ ಏನಾದ್ರು ಇವ್ರ ಬಾಡಿಯನ್ನು ಎಕ್ಸ್ಯೂಮ್ ಮಾಡಿಸಿ ಏನಾದ್ರು ಬಾಡಿ ಸ್ಕೆಲಿಟನ್ ಏನಾದರೂ DNA ಮ್ಯಾಚ್ ಇದೆ ಇದನ್ನು ನಮಗೆ ಕೊಡಿ ಅಂತ ಇವ್ರಿಗೆ ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಶಾಸ್ತ್ರ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಅವ್ರನ್ನ ಮುಕ್ತಿ ಕೊಡಿಸೋಣ ಅಂತ ಹೇಳ್ಬಿಟ್ಟು SP ಸರ್ವಿಸ್ ಕೇಳಿದ್ವಿ. SP ಅವರು ತುಂಬ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿ ಅದನ್ನು ಇಲ್ಲಿ ರೆಫರ್ ಮಾಡಿದ್ರು. ಇವರು ನಮಗೆ ಚೆನ್ನಾಗಿ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ರು. ಎಲ್ಲ ಕೊಟ್ಟಿದ್ದಾರೆ, ಅಕ್ನಾಲ್ಮೆಂಟ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಫರ್ದರ್ ಎನ್ಕ್ವೈರಿ ಕರಿತೀನಿ ಅಂತ ಹೇಳಿ. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കൊപ്പം. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിക്കുക എന്നുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മൾ ന്യൂസ് 18 കേരളവും ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് നീതി വാങ്ങി നൽകണം എന്നുള്ള വലിയ ഉദ്യമത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ നൽകുന്ന വാർത്ത കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്, അതിന് ഫലം കാണുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മുടെ വാർത്തയെ തുടർന്നാണ്. അതോടൊപ്പം തന്നെ കാണാതായ ഓരോ പെൺകുട്ടികളുടെ തിരോധാനത്തിന്മേലും ഇപ്പോൾ അന്വേഷണം പുനരാരംഭിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ അനന്യ എന്ന് പറയുന്ന MBBS വിദ്യാർത്ഥിനിയുടെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ചുരുളഴിക്കുക അല്ലെങ്കിൽ ഈ കൊലപാതകളിലേക്ക് എത്തുക എന്ന യാത്രയിൽ ഈ അന്വേഷണങ്ങളെല്ലാം പ്രധാനപ്പെട്ടതല്ലേ? ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഏറെ നിർണായകമല്ലേ? തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലുള്ള ഒരു അനുകൂലമായ സാഹചര്യം വരുന്നു. ഇരകൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. അതായത് ആര്യ സൂചിപ്പിച്ചതുപോലെ 2003 കാണാതായതാണ് അനന്യ ഭട്ടിനെ. അന്ന് പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാത്ത ഒരു പോലീസ് സ്റ്റേഷൻ. അവിടെയാണിപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഇപ്പോൾ പരാതി സ്വീകരിച്ചിരിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 23 വർഷങ്ങൾക്ക് ശേഷം ഒരമ്മയ്ക്ക് തന്റെ മകളെക്കുറിച്ചുള്ള തിരോധാനവുമായി സംഭവം ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ധർമ്മസ്ഥലയിൽ കാറ്റ് മാറി വീശുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് പരാതികൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ആ മണ്ണിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ട നിലയിൽ അതിക്രൂരമായി പീഡിപ്പിച്ചും മറ്റും അവിടെ കുഴിച്ചിട്ട നിലയിലുണ്ട്. അത്തരം മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കേണ്ടത് ഇപ്പോഴും ഈ അമ്മ വിശ്വസിക്കുന്നത് ആ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിൽ തന്റെ മകളെ കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടുണ്ടാകും. ആകെയുള്ള അവരുടെ പ്രാർത്ഥന അന്ത്യകർമ്മം മകൾക്ക് വേണ്ടി ചെയ്യണം. അതുതന്നെയാണ് അവർ ആ പരാതിയിലും പറഞ്ഞത്. ആ മകളെ ഇവിടെ മൃതദേഹമെങ്കിലും ഇത്തരത്തിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം. അന്ന് വലിയ തോതിലുള്ള ക്രൂര പീഡനത്തിനാണ് ഈ അമ്മയ്ക്ക് ഇരയാകേണ്ടി വന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈയൊഴിഞ്ഞു. അവസാനം ഈ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലെ മകളെ അന്വേഷിച്ചെത്തിയപ്പോൾ ഒരു സംഘം ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. 3-4 മാസത്തോളം കോമ സ്റ്റേജിൽ കിടക്കുന്നു. ഒരു CBI ഓഫീസിലെ കൊൽക്കത്തയിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് ഇത്തരത്തിലെ അനുഭവം ഉണ്ടായത്. MBBS വിദ്യാർത്ഥിനിയായിരുന്നു. മണിപ്പാലിൽ ആയിരുന്നു ഈ അനന്യ പഠിച്ചുകൊണ്ടിരുന്നത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലെ കൂട്ടുകാർക്കൊപ്പം ആ നാട്ടിലേക്ക് നാട് കാണാനായി എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഘം അവരെ തട്ടിക്കൊണ്ടുപോയത്.
ചെയ്തത്. പിന്നീട് അമ്മ ഇവിടെ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ ഇവർ ഈ ധർമ്മസ്ഥലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ഇവരെ വർഷങ്ങളായി ആ ധർമ്മസ്ഥലയിലെ മകളെ കണ്ടെത്താൻ അവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവരെ ഞാൻ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും അവരുടെ പരാതി ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഇതിൽ ഏറ്റവും പ്രസക്തം ആകുന്നത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ അടിയന്തരമായി കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഉള്ള മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. ആരൊക്കെയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തികച്ചും ആരെന്ന് അറിയാത്ത ഒരുപാട് പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ കുഴിച്ചിട്ടത്. അതിനു പുറമെയാണ് 484 പേർ മിസ്സിംഗ് കേസ് ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് ഇവർ കൊല്ലപ്പെട്ടത്, അത് അത്തരം കാര്യങ്ങളും ഇനി കണ്ടെത്തേണ്ടത്. അതായത് ഇപ്പോൾ 500ഓളം പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കുകൾ വരുന്നു. അതിൽ 100 ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയത്, 484 പോലീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത്. അങ്ങനെ വലിയ തോതിലുള്ള രാജ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊലപാതക പരമ്പര നടന്ന പ്രദേശമാണ് ധർമ്മസ്ഥല. അവിടെ ഇപ്പോൾ ധൈര്യത്തോടെ പരാതിയുമായി രംഗത്ത് വരുന്നു. പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നു. അത് തന്നെ വലിയ മാറ്റമായി നമുക്ക് കാണാം. അതിനിടയിലാണ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി ഇപ്പോൾ ന്യൂസ് 18 വാർത്തയെ തുടർന്നുണ്ടാകുന്നത്. അവർ പ്രത്യേകമായും ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം, അതായത് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കാര്യമായി അന്വേഷണം ഉണ്ടാകണം. ഇവിടെ കൊല്ലപ്പെട്ടവരിലേറെയും ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ യുവതികളും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് ഇതിലൊരു അന്വേഷണം വേണമെന്ന് ഇപ്പോൾ വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പേർ ഇവർക്ക് പിന്തുണയുമായി, അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നു. കൂടുതൽ പേർ പരാതിയുമായി വരുന്നു. ഭയം കൂടാതെ പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഇവർക്ക് പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ കൊലയാളികൾക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ കുഴിച്ച് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ഏത് സമയത്തും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. അത് വലിയ തോതിലുള്ള വിപുലമായ സംവിധാനങ്ങൾ വേണമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം അത്രത്തോളം വലിയ 100ഓളം മൃതദേഹങ്ങൾ ആ പ്രദേശത്ത് കുഴിച്ചിട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഉടൻ തന്നെ അത്തരം നടപടികളിൽ കടക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അന്വേഷണം ആശാവഹമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് ആശ്വാസകരം.